അങ്ങനെ നമ്മൾ ആദ്യ ഘട്ടത്തിൽ തന്നെ ബാഗ് കണ്ടുപിടിച്ച് അത് പൂർത്തിയായി. സെബാനെ, ഇത് റിസ്കാ. എന്ത് റിസ്ക്? ആ പോലീസുകാരനാള് ഭയങ്കര കുഴപ്പക്കാരനാ. നമ്മൾ പോലീസുകാരെ കാണുന്ന ആദ്യമായിട്ടൊന്നല്ലോ. ആ പോലീസുകാരൻ്റെ നോട്ടത്തിലൊക്കെ എന്തോ കുഴപ്പമുണ്ട്. എന്നെ കണ്ട കൊച്ചായിട്ട് തോന്നുമോ? പിന്നെ ആ ചേച്ചിക്കാണ് വയ്യാത്ത കുട്ടികളോട് ഭയങ്കര താല്പര്യം. അപ്പൊ നീ എന്നെ അങ്ങനെയാണോ ഒരുക്കിയേക്കുന്നത്? ആ ബുദ്ധിമാനെ സംബന്ധിച്ച കുട്ടികളെ പോലെ ആ ഒരു ഫിഗറാ ഞാൻ ഉദ്ദേശിച്ചേ. അത് കറക്റ്റായി കിട്ടും ചെയ്തു. കറക്റ്റ് അല്ലേ? പക്ക. പേറ്റോയാ ഇതിന്റെ ഒരുക്കിയതല്ലേ? മോളു പിടിച്ചിരിക്കണേ. ടെസ ഡാൻസും പാട്ടും പഠിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, വെറുതെ. ഒരു കലാകാരനല്ലേ, ഒരു കലാകാരിയെ തിരിച്ചറിയാൻ പറ്റുമോ? കലാകാരനാണോ? വാ മോനെ, ടീച്ചർ ഹെൽപ്പ് ടെസക്കറിയോ, ഈ ഡാൻസിനും പാട്ടിനെക്കാട്ടും കൂടുതൽ ഞാൻ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയത് ഫാൻസി ഡ്രസ്സിനാണ്. കണ്ടോ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അമ്പലത്തിൽ ഉത്സവത്തിന് നിലത്ത് വീണ പൈസക്ക് കൊത്തിയെടുക്കുന്നതല്ലേ? അതൊക്കെ സാഹചര്യം പോലെ. ഇതേതാ വേഷം? അയ്യോ, അത് വേഷം കിട്ടലല്ല, ഇതെന്റെ ഒറിജിനൽ രൂപ. റിയലി ഐ ആം ലക്കി. ഇത്രയും വലിയൊരാളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്നത് എന്റെ ഭാഗ്യല്ലേ. പാരമ്പര്യമായിട്ട് കിട്ടിയ കല അത് അതിന്റെ അവസരത്തിൽ പുറത്തു വരുന്നു, അത്രേ ഉള്ളൂ. ടെസയുടെ മൂക്ക് കാണുമ്പം മരിച്ചുപോയി എന്റെ മുത്തശ്ശിന് ഓർമ്മ വരും. എന്ത് പറഞ്ഞാലും അവസാനം ഒരു അബദ്ധമായി പോവും. പക്ഷേ ടെസ, എന്റെ മുത്തശ്ശിനെ കാണാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. ഇനി ഉന്തണ്ട, അവള് പോയി. മദർ തെരേസ നിന്റെ മുത്തശ്ശിയാന്ന് പറയാഞ്ഞത് നന്നായി. ഇവിടെ ഉണ്ടായിരുന്നു. അഭ്യാസം പൊളിഞ്ഞത് കണ്ടു. നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? സാധനം എടുത്തോണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനാ. അതൊക്കെ എനിക്കറിയാം. ആ ചേച്ചിനെ വിളിച്ച് സാധനം എങ്ങനെ ഒപ്പിക്കാൻ നോക്ക്. ഇന്റെ വർക്ക് ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ കണ്ടായിരുന്നു ആ പെണ്ണുമായിട്ട്. എടാ, നിങ്ങൾ തമ്മിൽ ഹൈറ്റ് കൊണ്ട് ഒരു ചേർച്ചയില്ല. എനിക്ക് കുട്ടികളെ കുറുക്ക് കൊടുക്കാൻ സമയമായി. അങ്ങനെയല്ലോ കുറുക്ക് നടക്കുള്ളൂ. കുറുക്ക് കൊടുക്കണ്ടേ? ശബാനെ, ശബാനെ, ഇവൻ ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എന്നാ നന്നാവുക? സ്നാഗി ലൂസാണോ എന്നൊരു സംശയമുണ്ട്. എന്തൊരു ചൂടാ. ചേച്ചി, ഇതാരാ? ബെൻകുട്ടനോ? ഹായ്. എന്താ ഇവിടെ? എന്താ ചേട്ടനോട് പറഞ്ഞിട്ടാണോ വന്നേ? ചോക്ലേറ്റ് വേണോ? വേണ്ട? വാ, എന്നാ നമുക്കവിടെ ഇരിക്കാം. വാ വാ. അത് വേണോ? തരാം 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 തരാം. ദാ ഇവിടെ ഇരിക്കൂ, ഞാനേ ചോക്ലേറ്റും കൊണ്ടുതരാം. ദാ ഡോക്ടർ. നോക്കട്ടെ. ഒരു മിനിറ്റ്, ഇപ്പൊ വരെ. ചോക്ലേറ്റ് കൊണ്ടുതരാം കേട്ടോ. ഹലോ ഹലോ, ഹൗസ് നമ്പർ 30 അല്ലേ? അതെ. ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ്. അവിടെ ബില്ല് കൂടി എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ. ഇവിടുന്നോ? ഇവിടുന്ന് ആരും വിളിച്ചിട്ടില്ലല്ലോ. നിങ്ങളല്ലേ ഒരു പുരുഷ ശബ്ദം? അത് ചിലപ്പോ നന്ദേട്ടനായിരിക്കും. ഏട്ടനോ ഏച്ചിയോ എന്നൊന്നും അറിയില്ല. പിന്നെ ആ ബില്ല് എടുത്തിട്ട് കൺസ്യൂമർ നമ്പർ ഒന്ന് പറയോ? ഒരു മിനിറ്റ്. ഇപ്പൊ പറയേ. ഹലോ, ഇവിടെ കുറെ ഫീസ് വരാൻ പോവാണ്ട്. ബില്ല് നോക്കുക. ഒരു മിനിറ്റ്. ഒന്ന് 155. എത്ര ബില്ല് എമൗണ്ട്?
4280. 4250 ഉറുപ്പ്യ അതൊന്നും അത്ര വലിയ ബില്ലല്ല. ഇതൊക്കെ സാധാരണ എല്ലാവരും വീട്ടിലും വരുന്ന വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അത് ഇത്രയ്ക്കും ബില്ല് വന്നപ്പോ പ്രിയ പ്രിയ പാട്ടച്ചോനെ പണിപ്പം പാളേന്. ശേ, എന്തിനാ ഇവിടെ കയറിയേ? വീടില്ലേ? വാ, ദാ, ഇവിടെ നിന്ന്. കുട്ടിയെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് താൻ അപ്പുറത്ത് എന്ത് ചെയ്യായിരുന്നു? എന്തെങ്കിലും സംഭവിച്ചപ്പോ ആരും മറുപടി പറയും? വയ്യാത്ത കുട്ടിയല്ലടോ, നമ്മൾ ശ്രദ്ധിക്കണ്ടേ? എന്തേ തുറന്നിരുന്നോ? തരാട്ടോ. തുറക്കട്ടെ. ഒന്നുമില്ല.